സ്റ്റുഡൻസ്, ഡമ്മി വേരിയബിൾ റിഗ്രഷൻ മോഡൽ. ഓക്കെ, നമ്മുടെ 4ാമത്തെ മൊഡ്യൂളാണെന്ന് തോന്നുന്നു അല്ലേ. വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്. ഓക്കെ, ഡമ്മി വേരിയബിൾ റിഗ്രഷൻ മോഡൽ. ഫസ്റ്റ്, ദ നേച്ചർ ഓഫ് ഡമ്മി വേരിയബിൾ. നേച്ചർ ഓഫ് ഡമ്മി വേരിയബിൾ. Nature of dummy variable. Nature of dummy variable. ഓക്കെ, അപ്പോൾ നമുക്കറിയാം വാട്ട് ഈസ് ഡമ്മി വേരിയബിൾ. അതിനു മുമ്പ് വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ഡമ്മി വേരിയബിൾ എന്ന് പറയാം. ഇൻ റിഗ്രഷൻ അനാലിസിസ് ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഈസ് ഫ്രീക്വൻ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് not only by the ratio scale variable but also some other variable which have the qualitative nature. അല്ലെങ്കിൽ that variables are nominal scale. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേരിയബിൾസ് ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ റിഗ്രഷൻ മോഡലിൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ സ്വാധീനിക്കുന്നത് ഈ റേഷ്യോ സ്കെയിൽ വേരിയബിൾ മാത്രമല്ല, പിന്നെ ഈ നോമിനൽ വേരിയബിൾസ് അതിനെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എക്സാമ്പിൾ, കൺസംഷൻ ഈസ് നോട്ട് ഓൺലി എ ഫങ്ഷൻ ഓഫ് ഇൻകം ഈസ് ആൻ എക്സാമ്പിൾ ഫോർ റേഷ്യോ സ്കെയിൽ വേരിയബിൾ. ഇല്ലേ, 100 പേരുടെ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുകയാണെങ്കിൽ 100 ആൾ വാട്ട് ഈസ് യുവർ ഇൻകം എന്ന് ചോദിച്ചാൽ കറക്റ്റ് വാല്യൂ നിങ്ങൾക്ക് കിട്ടും. അല്ലേ, അപ്പോൾ ഇൻകം മാത്രമല്ല സ്വാധീനം, റിലീജിയൻ സ്വാധീനിക്കുന്നുണ്ട്, എംപ്ലോയ്മെൻറ്റ് സ്വാധീനിക്കുന്നുണ്ട്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സ്വാധീനിക്കുന്നുണ്ട്. അങ്ങനെ ദർ ആർ വേരിയസ് അതർ ഫാക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ അതും എന്തിനെ സ്വാധീനിക്കുന്നുണ്ട്? അവരുടെ കൺസംഷനെ സ്വാധീനിക്കുന്നു. അപ്പോൾ റിലീജിയൻ എന്നുള്ള വേരിയബിൾ വന്നാൽ നമ്മളെങ്ങനെ മെഷർ ചെയ്യും? ജെൻഡർ എന്നുള്ള വേരിയബിൾ എങ്ങനെ നമ്മൾ മെഷർ ചെയ്യും? അതുപോലെ തന്നെ പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമുക്ക് എത്ര ഇയേഴ്സ് എന്ന് ചോദിക്കുക, എന്നാലും ചില സമയത്ത് നമുക്കത് മെഷർ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ദീസ് വേരിയബിൾസ് ആർ ആൾസോ ഹാവിങ് എ സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്റ്റ് ഓൺ കൺസംഷൻ ഓർ എ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. അപ്പോൾ ഏതൊരു റിഗ്രഷനിലും ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ റേഷ്യോ സ്കെയിൽ വേരിയബിളിനെ മാത്രമല്ല സ്വാധീനിക്കുന്നത്, ബട്ട് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഈസ് ആൾസോ ഇൻഫ്ലുവൻസിങ് സം അതർ നോമിനൽ സ്കെയിൽ വേരിയബിൾ. ഫോർ എക്സാമ്പിൾ പറയാം, കൺസംഷൻ വൈ ഈസ് എ ഫങ്ഷൻ ഓഫ് ഇൻകം, അതിന് എക്സ് എന്ന് കൊടുത്തു. ഓക്കെ, ഇൻകത്തിനെ സ്വാധീനിക്കുന്നുണ്ട്. പിന്നെ റിലീജിയനെ സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജെൻഡർ, 3 വേരിയബിൾ ഞാൻ എടുത്തു. അല്ലേ, അപ്പോൾ റിലീജിയൻ നമുക്കറിയാം, എക്സ് നമുക്കറിയാം ഇൻകമാണ്. ഇപ്പോൾ 100 ആളുടെ സാമ്പിൾ എടുക്കും, വാട്ട് ഈസ് യുവർ ഇൻകം എന്ന് ചോദിക്കും. ഓക്കെ, വാട്ട് ഈസ് യുവർ റിലീജിയൻ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ റിലീജിയൻ ഏതാ ചോദിച്ചാൽ അവർ പറയും ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ആയിരിക്കും. അല്ലേ, ജെൻഡർ ചോദിച്ചാൽ അവർ പറയും മെയിൽ, ഫീമെയിൽ എന്ന് പറയും. അല്ലേ, അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ എന്ന് പറയും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇൻകം നമുക്ക് എന്താണ്? ഇൻകം ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് ടേമാണ്. അല്ലേ, ക്വാണ്ടിറ്റേറ്റീവ് ടേമാണ്. ഓക്കെ, റിലീജിയൻ ഇതൊരു ക്വാളിറ്റേറ്റീവ് ടേമാണ്. അല്ലേ, ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റേറ്റീവ് ടേം. ഇതോ മെയിൽ ആൻഡ് ഫീമെയിൽ ജെൻഡറോ, ഇതും ക്വാളിറ്റേറ്റീവാണ്. ഓക്കെ, അപ്പോൾ ഈ 2 വേരിയബിളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മെഷർ ചെയ്യാൻ കഴിയില്ല. വി കനോട്ട് മെഷർ ഡയറക്റ്റ്ലി. വി കനോട്ട് മെഷർ ദീസ് വേരിയബിൾ ഡയറക്റ്റ്ലി. ബട്ട് ഇതോ ഇൻകം ക്വാളിറ്റേറ്റീവ് വേരിയബിൾ, വി ക്യാൻ മെഷർ ഇറ്റ് because they have this variable is എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് നേച്ചർ. ഓക്കെ, അപ്പോൾ കൺസംഷൻ ഇൻകൻ്റെ ഡാറ്റ കിട്ടുകയാണെങ്കിൽ നമുക്ക് രണ്ടും ക്വാണ്ടിറ്റേറ്റീവാണ്. കൺസംഷനും ക്വാണ്ടിറ്റേറ്റീവാണ്, ഇൻകം ക്വാണ്ടിറ്റേറ്റീവാണ്. പക്ഷേ ഈ റിലീജിയൻ, ജെൻഡർ ഇത് ക്വാളിറ്റേറ്റീവാണ്. ഇത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ റിഗ്രഷൻ analysis, dependent variable is not only influenced by the quantitative variable but also influenced some qualitative variables. Quantitative qualitative റിഗ്രഷൻ മോഡലിൽ ഡിപ്പെൻഡ് വേരിയബിളിൽ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് ബട്ട് ദ കേസ് ഓഫ് ക്വാളിറ്റേറ്റീവ് വേരിയബിൾ നമുക്കറിയാം, വി കനോട്ട് ഡയറക്റ്റ്ലി മെഷർ
qualitative variable. Okay, that situation the researcher used dummy variable. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഈ ഡമ്മി വേരിയബിളിൻ്റെ പ്രാധാന്യം വരുന്നത്. ഓക്കെ, ഡമ്മി വേരിയബിൾ ഈസ് ദ വേരിയബിൾ ക്രിയേറ്റഡ് ബൈ, അല്ലെങ്കിൽ ഡമ്മി വേരിയബിൾ ഈസ് എ വേരിയബിൾ കൺസ്ട്രക്റ്റഡ് ഓർ ക്രിയേറ്റഡ് ബൈ എക്കണോമെട്രീഷ്യൻ ഓർ റിസർച്ചർ ബൈ അസൈനിങ് വാല്യൂസ് 1 and 0. 1 ഉം 0 വാല്യൂസ് കൊടുത്തിട്ട് വേരിയബിൾ സ്വന്തമായിട്ട് കൺസ്ട്രക്റ്റ് ചെയ്യുന്നതാണ് ഏത് ഡമ്മി വേരിയബിൾ ആകുമ്പം. ഓക്കെ, ഡമ്മി വേരിയബിൾ. അപ്പോൾ ഡമ്മി വേരിയബിൾ ഈസ് എ വേരിയബിൾ കൺസ്ട്രക്റ്റഡ് ബൈ ഇക്കണോമെട്രീഷ്യൻ ബൈ അസൈനിങ് വാല്യൂസ് 1 and 0. ഈസ് ഏത് സിറ്റുവേഷനിലാണ്? നമുക്കറിയാം ക്വാളിറ്റേറ്റീവ് വേരിയബിൾ റിഗ്രഷൻ മോഡലിൽ ഡയറക്റ്റായിട്ട് വന്നാൽ, എക്സാമ്പിൾ റിലീജിയൻ, ജെൻഡർ നേരിട്ട് വന്നാൽ അത് നമുക്ക് ഒരിക്കലും നേരിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയില്ല. ആ സാഹചര്യത്തിൽ researcher has to convert that qualitative variables into quantitative terms. How? By assigning values 1 and 0. That is called dummy variable. അപ്പോൾ ഡമ്മി വേരിയബിൾ എന്താണെന്ന് ചോദിച്ചാൽ വളരെ ഒറ്റ ലൈനിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമെന്ന്. ഡമ്മി വേരിയബിൾ ഈസ് എ വേരിയബിൾ കൺസ്ട്രക്റ്റഡ് ബൈ ദ റിസർച്ചർ ഓർ എക്കണോമെട്രീഷ്യൻ ബൈ അസൈനിങ് വാല്യൂസ് 1 and 0. ഓക്കെ, അപ്പോൾ റിസർച്ചർ കൺസ്ട്രക്ട് ചെയ്ത ഒരു ഡമ്മി ഒരു വേരിയബിളാണ് അതിന് ആ 1ഉം 0ഉം കൊടുത്ത് ഉണ്ടാക്കുന്ന വേരിയബിളാണ്. അത് ഏത് സിറ്റുവേഷനിലാണ്? നമുക്കറിയാം വെൻ വി ഹാവ് സം ക്വാളിറ്റേറ്റീവ് ഓർ നോമിനൽ വേരിയബിൾ. ആ ക്വാളിറ്റേറ്റീവ് വേരിയബിൾസിൻ്റെ മറ്റൊരു പേരാണ് നോമിനൽ വേരിയബിൾ. ദിസ് ഈസ് അബൌട്ട് ദ ഡമ്മി. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ എക്സാമ്പിൾ ഇവിടെ കൺസംഷൻ y ഈസ് എ ഫങ്ഷൻ ഓഫ് എക്സ് ആൻഡ് ജെൻഡർ എന്ന് കൊടുക്കുക. ജെൻഡർ അങ്ങനെ അസ്യൂം ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ റിഗ്രഷൻ ഇക്വേഷൻ എന്തായിരിക്കും? y is equal to β1 plus β2 x plus g എന്ന് പറഞ്ഞാൽ ജെൻഡർ പ്ലസ് ui. ഓക്കെ, ഇപ്പം എക്സ് നമുക്ക് ഡയറക്റ്റ് എൻ്റർ ചെയ്യാൻ പറഞ്ഞാൽ റേഷ്യോ സ്കെയിൽ വേരിയബിളാണ്, ഇൻകമാണ്. ജെൻഡർ എന്ന് പറയുന്നത് മെയിൽ ഫീമെയിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ഇത് ഡമ്മിയൊക്കെ മാറി മെയിൽ ഫീമെയിൽ. ഇപ്പോൾ നിങ്ങൾ 100 ആളുടെ ഡാറ്റ കളക്ട് ചെയ്താൽ എന്താ നിങ്ങൾ ആണാണോ പെണ്ണാണോ ചോദിക്കും. അപ്പോൾ ഒരു ആൻസർ എന്താണ്? കുറേ ആൾക്കാർ വരും മെയിൽ ഫീമെയിൽ ഈ രൂപത്തിൽ ഇങ്ങനെ ആൻസർ വരും അല്ലേ. ഇൻകം ചോദിക്കുകയാണെങ്കിൽ അവർ പറയും 100, 200, 300, 400. ഓക്കെ, അപ്പോൾ മെയിൽ ഫീമെയിൽ നമുക്കൊരു ന്യൂമറിക്കൽ അല്ല, ഒരു ക്വാളിറ്റേറ്റീവ്, അത് മെഷർ ചെയ്യാൻ കഴിയില്ല അല്ലേ. അപ്പോൾ അതൊരു ക്വാണ്ടിറ്റേറ്റീവ് ടേം ആക്കണം. അപ്പോൾ നമ്മൾ അതിനാണ് 0, 1 കൊടുക്കും. ഇപ്പോൾ ഞാൻ മെയിലിന് ഇഷ്ടമല്ല കൊടുക്കട്ടെ വാല്യൂ. മെയിലിന് ഞാൻ എന്ത് ചെയ്തു? 1 കൊടുത്തു. മെയിൽ ഈസ് ഈക്വൽ ടു 1, മെയിൽ ഈസ് ഈക്വൽ ടു 1, ഫീമെയിൽ ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ദ ജെൻഡർ. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? കോഡ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണ് ഈ കോഡിങ് ഡമ്മി വേരിയബിൾ. അപ്പോൾ ജി എന്നുള്ളത് എങ്ങനെയായിരിക്കും? ജി എന്ന് പറയുന്നത് ഡമ്മി ആയിരിക്കും, ഡമ്മി വേരിയബിൾ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 1ഉം 0. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും. ഇനി ഇപ്പോൾ ഹിന്ദു റിലീജിയൻ ജെൻഡറിന് പകരം റിലീജിയൻ ആണെങ്കിൽ 3 റിലീജിയൻ ആകുമ്പോൾ നമുക്കറിയാം അവിടെ എന്തൊക്കെയുണ്ട്? ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം അല്ലേ. അപ്പോൾ നമ്മൾ ഹിന്ദുസിന് 1 കൊടുക്കണം. h is equal to 1, others is equal to 0. ഇങ്ങനെ കൊടുക്കുക കേട്ടോ. others is equal to 0. ഓക്കെ, അപ്പോൾ ഇതൊരു മറ്റൊരു ഡമ്മി വേരിയബിളാണ്. അപ്പോൾ ഇതാണ് ഡമ്മി വേരിയബിൾസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഡമ്മി എന്താണെന്ന് മനസ്സിലായി നിങ്ങൾക്ക് അല്ലേ. നമ്മൾ റിഗ്രഷൻ മോഡലിൽ ക്വാളിറ്റേറ്റീവ് വേരിയബിൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആയിട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് നേരിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ആ ക്വാളിറ്റേറ്റീവ് വേരിയബിളിനെ ക്വാണ്ടിറ്റേറ്റീവ് ടേമിലാക്കാൻ വേണ്ടി 1ഉം 0ഉം കൊടുത്ത് റിസർച്ചർ കൺസ്ട്രക്ട് ചെയ്യുന്ന വേരിയബിൾസിനെയാണ് ഡമ്മി വേരിയബിൾ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് ഞാനിപ്പോൾ നിങ്ങൾക്ക് അത് ഇക്വേഷനും അതിൻ്റെ മോഡലൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഡമ്മി വേരിയബിൾ എന്താണെന്ന് പഠിച്ചു. ഇനി അനോവ. ഇനി അതിൽ ഡമ്മി വേരിയബിൾ റിഗ്രഷൻ മോഡൽസാണ്. ഫസ്റ്റ് അനോവ എന്ന് പറഞ്ഞാൽ അനാലിസിസ് ഓഫ് വേരിയൻസ് മോഡൽസ്.
അനോവ റിഗ്രഷൻ മോഡൽ എന്നാൽ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം. എ റിഗ്രഷൻ മോഡൽ കണ്ടെയ്ൻ എക്സ്പാൻറ്റീവ് വേരിയബിൾസ് ദാറ്റ് ആർ ഓൾ എക്സ്ക്ലൂസീവ്ലി ഡമ്മി ഓർ ക്വാളിറ്റേറ്റീവ് ഇൻ നേച്ചർ. സച്ച് മോഡൽസ് ആർ കാൾഡ് അനോവ മോഡൽ. ഒരു റിഗ്രഷൻ മോഡലിൽ എല്ലാ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസും ഡമ്മി ആണെങ്കിൽ നമുക്കെന്ത് പറയാൻ പറ്റും? അത് അനോവ മോഡൽ എന്ന് പറയും. കൺസംഷൻ അല്ലെങ്കിൽ y ഈസ് എ ഫങ്ഷൻ ഓഫ് പിന്നെ ജെൻഡർ, റിലീജിയൻ, കാസ്റ്റ് ഇങ്ങനെയാണ് കൊടുത്തതെങ്കിൽ ഓക്കെ, ഇങ്ങനെയൊരു മോഡലാണ്. ഇവിടെ എന്താണ്? ഇവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്, എല്ലാ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എന്താണ്? ക്വാളിറ്റേറ്റീവാണ്. ഓക്കെ, ക്വാളിറ്റേറ്റീവ്. കാരണം ജെൻഡർ എന്നുള്ളത് ക്വാളിറ്റേറ്റീവ് വേരിയബിളാണ്. റിലീജിയൻ എന്നുള്ളത് ക്വാളിറ്റേറ്റീവാണ്. പിന്നെ കാസ്റ്റ് എന്നുള്ളത് ക്വാളിറ്റേറ്റീവാണ്. അപ്പോൾ ഓൾ വേരിയബിൾസ് ആർ qualitative. Okay, അപ്പോൾ a model which contain independent variables are a model which contain explanatory variables that are all exclusively qualitative or dummy variable. ഒരു റിഗ്രഷൻ മോഡലിൽ എല്ലാ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസും ക്വാളിറ്റേറ്റീവ് ആണ് അല്ലെങ്കിൽ ഡമ്മി വേരിയബിൾ ആണെങ്കിൽ അതിന് ആ മോഡലിനെ പറയുന്ന പേരാണ് അനോവ. അപ്പോൾ നമുക്ക് റിഗ്രഷൻ, സപ്പോസ് വി ഹാവ് എൻ റിഗ്രഷൻ മോഡൽ y is equal to beta 1 plus beta 2 g gender, beta 3 r religion, beta 4 caste, ഓക്കെ, പ്ലസ് എറർ ടേം. ഓക്കെ, ഇവിടെ ജി ഇപ്പോൾ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് G is equal to 1 is equal to male, 0 is equal to female. Okay, ഇനി R is equal to religion. ഓക്കെ, 1 is equal to ഹിന്ദു എന്ന് കൊടുത്തു, അല്ലെങ്കിൽ പിന്നെ ക്രിസ്ത്യൻ എന്ന് കൊടുത്തു, അതിനൊന്നും കുഴപ്പമില്ല, മുസ്ലിം എന്ന് കൊടുത്തു. 0 is equal to അതേഴ്സ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? അതേഴ്സ് എന്ന് പറയുന്നത് പിന്നെ മുസ്ലിം, ക്രിസ്ത്യൻസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൊടുത്തു. പിന്നെ കാസ്റ്റ് പിന്നെ 1 is equal to OBC എന്ന് കൊടുത്തു. ഓക്കെ, അതേഴ്സ് is equal to 0 is equal to അതേഴ്സ് എന്ന് പറയുന്നത് ജനറൽ, SC, ST, ഓക്കെ, എക്സെട്ര. ഓക്കെ, ഈ രൂപത്തിൽ. അപ്പോൾ ദിസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡമ്മി വേരിയബിൾ. അപ്പോൾ ഈ റിഗ്രഷൻ മോഡലിൽ ജി ഡമ്മിയാണ്, ആർ ഡമ്മി, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസായ ജി ഡമ്മിയാണ്, ആർ ഡമ്മിയാണ്, സി ഡമ്മിയാണ്. ഇങ്ങനത്തെ മോഡലിനെ പറയുന്ന പേരാണ് എന്ത്? അനോവ മോഡൽ. അപ്പോൾ ഒരു റിഗ്രഷൻ മോഡൽ കണ്ടെയ്ൻ ഓൾ എക്സ്പ്ലനേറ്ററി വേരിയബിൾ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആർ ഡമ്മി, ദെൻ ഡമ്മി ഇൻ നേച്ചർ, ദെൻ ദ മോഡൽ ഈസ് കാൾഡ് എന്താണ്? ANOVA model. This model is example for ANOVA model regression. ANOVA model regression. This model is equation 1 is an example for ANOVA model regression. Okay. അപ്പോൾ ഇവിടെ നമ്മൾ 0 കൊടുത്തില്ലേ? 0 is equal to ഫീമെയിൽ എന്ന് പറഞ്ഞു, അതേഴ്സ് ആണ് എന്ന് പറഞ്ഞു, അതുപോലെ ജനറൽ, SC, ST ആണെന്നൊക്കെ പറഞ്ഞു അല്ലേ? ഈ അതേഴ്സ്, ഈ 0 കൊടുത്തില്ല. ഈ 0 ഇതിനെ പറയുന്ന പേരാണ് റഫറൻസ് കാറ്റഗറി. റഫറൻസ് കാറ്റഗറി അല്ലെങ്കിൽ ബെഞ്ച് മാർക്ക് കാറ്റഗറി. ഓക്കെ, അപ്പോൾ 1 പ്രസൻസും 0 ആബ്സെൻസും അങ്ങനെയാണ് ഇത് വരുന്നത്. ഓക്കെ, 1 is equal to male, 0 is equal to female, 1 is equal to Hindu, 0 is equal to others, 1 is equal to OBC, 0 is equal to others. ഓക്കെ, അപ്പോൾ അതേഴ്സ് എന്നുള്ള 0 ഉണ്ടല്ലോ. ഇപ്പോൾ നമുക്ക് ഈ ഡമ്മി വരുമ്പോൾ വി കൺസ്ട്രക്ട് എ വേരിയബിൾ ബൈ അസൈനിങ് വാല്യൂ 1 and 0. 1 is equal to പ്രസൻസ് ആണ്, നമ്മളെ റിഗ്രഷൻ മോഡലിലുള്ള പ്രസൻസിനെയും 0 is equal to ആബ്സെൻസും ആണ് റെപ്രസെൻറ്റ്. ഈ ആബ്സെൻസ് എന്ന് പറയുന്നത് 0 ആണ്. ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ്
ബെഞ്ച് മാർക്ക് കാറ്റഗറി അല്ലെങ്കിൽ റഫറൻസ് കാറ്റഗറി. ഓക്കെ, ബെഞ്ച് മാർക്ക് കാറ്റഗറി എന്ന് പറയും, അല്ലെങ്കിൽ റഫറൻസ് കാറ്റഗറി എന്ന് പറയും. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ദിസ് ഈസ് അബൌട്ട് അനോവ മോഡൽ. അപ്പോൾ അനോവ മോഡൽ എന്താണെന്ന് പറഞ്ഞു. ഇനി അനോവ മോഡൽ. അപ്പോൾ അനോവ മോഡൽ ഇപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഞാൻ ഓരോന്നും സെപ്പറേറ്റ് എടുത്ത് പറയുന്നില്ല. അനോവ മോഡൽ വിത്ത് വൺ ക്വാളിറ്റേറ്റീവ് വേരിയബിൾ. അപ്പോൾ അതാണ് അനോവ മോഡൽ വിത്ത് വൺ ക്വാളിറ്റേറ്റീവ് വേരിയബിൾ. അതൊന്ന് എഴുതി തരാം ഞാൻ. അനോവ മോഡൽ വിത്ത് വൺ ക്വാളിറ്റേറ്റീവ് വേരിയബിൾ. വൺ ക്വാളിറ്റേറ്റീവ് വേരിയബിൾ. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങളുടെ ഫസ്റ്റ് ടൈറ്റിൽ അനോവ. എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ ഡമ്മി വേരിയബിളും, എല്ലാ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഡമ്മി ആണെങ്കിൽ നമുക്ക് അതിന് അനോവ മോഡൽ എന്ന് പറയുന്നു. ഇനി അനോവ മോഡൽ വിത്ത് വൺ ക്വാളിറ്റേറ്റീവ് വേരിയബിൾ. സപ്പോസ് y is a function of ഏണിങ്സ് ആക്കുക. y is equal to ഏണിങ്സ്. അങ്ങനെയുണ്ടോ? ഇങ്കല്ല, ഏണിങ്സ് ആണ് അസ്യൂം ചെയ്യുക. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഏണിങ്സ് പറഞ്ഞു. y is a function only റീജിയൻ എന്നുള്ളൊരു റിലീജിയൻ അല്ല, റീജിയൻ. y is a function of region. ഓക്കെ, റീജിയൻ എന്നുള്ളത് പിന്നെ വേണ്ട, എക്സാമ്പിൾ മാറ്റാം, ഒന്നുകൂടെ സിമ്പിൾ എക്സാമ്പിൾ ആക്കാം. y is a function of gender g. ഓക്കെ, g. അപ്പോൾ ദിസ് ഈസ് ഇക്വേഷൻ 1. അപ്പോൾ ഞാൻ അനോവ മോഡൽ വിത്ത് വൺ ക്വാളിറ്റേറ്റീവ് വേരിയബിൾ. അപ്പോൾ അനോവ മോഡൽ വിത്ത് വൺ ക്വാളിറ്റേറ്റീവ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ മോഡൽ ഇൻ വിച്ച് ഓൺലി ദാറ്റ് മോഡൽ കണ്ടെയ്ൻ ഓൺലി എ സിംഗിൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അപ്പോൾ y is a function of g. ജിൻ്റെ പ്രത്യേകത ക്വാളിറ്റേറ്റീവ് വേരിയബിളാണ്. ഓക്കെ, ഇങ്ങനത്തെ മോഡലിനെയാണ് ഇങ്ങനത്തെ മോഡലിനെയാണ് അനോവ മോഡൽ വിത്ത് വൺ ക്വാളിറ്റേറ്റീവ് വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? y is equal to β1 plus β2 g plus u. അപ്പോൾ ഹിയർ g is equal to g is dummy variable of gender. Okay, assigned values. 1 is equal to male, 0 is equal to female. Okay, so this is an example for ANOVA model with one qualitative variable. Okay, ഇനി this is ANOVA. ഇത്രയേ ഉള്ളൂ അതിൽ. ഇനി ANOVA model with two qualitative variable. Okay, ANOVA model with two qualitative variables. Okay, y is equal to function of g and r. അപ്പോൾ ഇവിടെ എന്തുണ്ട്? അപ്പോൾ ഈ അനോവ മോഡൽ വിത്ത് ടു ക്വാളിറ്റേറ്റീവ് വേരിയബിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റിഗ്രഷൻ മോഡൽ ഇൻ വിച്ച് there are two qualitative independent variables. നിർബന്ധമാണ്. g എന്നുള്ളത് ക്വാളിറ്റേറ്റീവ് ആണ്, r എന്നുള്ളത് ക്വാളിറ്റേറ്റീവ് ആണ്, y എന്നുള്ളത് ഏണിംഗ് ആണ്. ഏണിംഗ് അല്ലെങ്കിൽ വേജ്, ഏണിംഗ് അല്ലെങ്കിൽ സാലറി ഒക്കെ പറയാം. സാലറി ഈസ് എ ഫങ്ഷൻ ഓഫ് ജെൻഡർ ആൻഡ് റിലീജിയൻ. വെറുതെ ഒരു
ഒരു പിന്നെ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു എക്സാമ്പിൾ എടുക്കുക ചെയ്ത് കേട്ടോ. ചുമ്മാ ഒരു എക്സാമ്പിൾ, ഓക്കെ, അതിൻ്റെ ലോജിക്ക് ഉണ്ടോയെന്നും നിങ്ങൾ നോക്കണം, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ ഒന്നിൽ കൂടുതൽ രണ്ട് ക്വാളിറ്റേറ്റീവ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് അനോവ മോഡൽ വിത്ത് 2 ക്വാളിറ്റേറ്റീവ് വേരിയബിൾസ് എന്ന് പറയും. ഓക്കെ, ഇതിന് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇത് നമുക്ക് റിഗ്രഷൻ മോഡലായിട്ട് y is equal to β1 plus β2 g plus β3 r plus error 2. ഓക്കെ, ഇവിടെ g is equal to here j is dummy variable for gender. Okay, and assigned values 1 is equal to male. Okay, 0 is equal to female. Okay, രണ്ട് പിന്നെ അതുപോലെ r is equal to r is എന്താണ് ഡമ്മി വേരിയബിൾ for religion. Okay, assigned values 1 is equal to Hindu, 0 is equal to others ബ്രാക്കറ്റിൽ മുസ്ലിം ആൻഡ് ക്രിസ്ത്യൻ. ഓക്കെ, അപ്പോൾ this model is called the equation 1. Equation 2 is called ANOVA model with 2 qualitative variables. Okay, ഇനി ANOVA model ഇനിയുള്ളത്. അപ്പോൾ ANOVA മോഡൽ എന്താ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ANCOVA അനാലിസിസ് ഓഫ് കോവേരിയൻസ്. ഇതിനപ്പോൾ ANCOVA മോഡൽസ് ഇത് ഉദ്ദേശിക്കുന്നത് ഇതിനെ പറയും ഇതെന്താണ്, അനാലിസിസ് ഓഫ് കോവേരിയൻസ്. ഓക്കെ, അപ്പോൾ സാധാരണ ANOVA models are common in fields such as sociology, psychology and education and market research, etc. ഓക്കെ, അപ്പോൾ ഈ ANOVA ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് എല്ലാ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസും ഡമ്മിയാണ് അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞു. ഇത് സാധാരണയായി ഇറ്റ് ഈസ് നോട്ട് കോമൺ, ദാറ്റ് കൈൻഡ് ഓഫ് മോഡൽസ് ആർ നോട്ട് കോമൺ ഇൻ ഇക്കണോമിക്സ്, ബട്ട് ഇറ്റ് ഈസ് ഫെമിലിയർ ഇൻ some fields such as sociology, psychology, education and some other market research. Okay, but in most economic research a regression model contains some explanatory variables that are quantitative and some that are qualitative. അപ്പോൾ നമ്മൾ ഇക്കണോമിക്സ് റിസർച്ചിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ there are independent variables which are some nature of the variable that have some nature of qualitative and quantitative. രണ്ടിൻ്റെ നേച്ചർ ക്വാളിറ്റേറ്റീവ് ഉള്ള വേരിയബിൾസ് ആണ് റിഗ്രഷൻ മോഡൽ ഈ നമ്മുടെ എക്കണോമിക്സ് ഫീൽഡിലുള്ളത്. ഓക്കെ, അപ്പോൾ ഏർണിങ്സ് വൈ ഈസ് എ ഫങ്ഷൻ ഓഫ് ഇൻകം, കൺസംഷൻ ഈസ് എ ഫങ്ഷൻ ഓഫ് ഇൻകം, കൺസംഷൻ ഈസ് എ ഫങ്ഷൻ ഓഫ് ഇൻകം. അതുപോലെ തന്നെ ജെൻഡർ, പിന്നെ റിലീജിയൻ എക്സെട്ര, അല്ലേ, ഒരുപാട് എക്സെട്ര ഒഴിവാക്കി. അപ്പോൾ കൺസംഷൻ വൈ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഇൻകത്തെ സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ ഇൻകം നമുക്കറിയാം റേഷ്യോ സ്കെയിലാണ്, അല്ലെങ്കിൽ റേഷ്യോ സ്കെയിൽ വേരിയബിൾ എന്ന് പറയും, അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിളാണ്. ജെൻഡറും റിലീജിയനും ക്വാളിറ്റേറ്റീവ് വേരിയബിളാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ മോഡലിനെ പറയുന്ന പേരാണ് എന്ത്, ANCOVA മോഡൽ. അപ്പോൾ റിഗ്രഷൻ മോഡൽ, ദ റിഗ്രഷൻ മോഡൽ കണ്ടെയ്നിങ് ആൻ അഡ്മിക്സ്ചർ ഓഫ് അല്ലെങ്കിൽ എ മിക്സ്ചർ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആർ കാൾഡ് ANCOVA മോഡൽ. ANCOVA മോഡൽ എന്ന് പറയുന്നത് ഒരു റിഗ്രഷൻ മോഡൽ ഹാവിങ് ബോത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് വേരിയബിൾ.
അതാണ് അൻകോവ മോഡൽ. ഒരു റിഗ്രഷൻ മോഡൽ ക്വാളിറ്റേറ്റീവ് വേരിയബിൾസും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം ദാറ്റ് മോഡൽ ഈസ് അൻകോവ മോഡൽ. ഓക്കെ, വിച്ച് ഈസ് ഫെമിലിയർ ഇൻ ഇക്കണോമിക്സ്. നമ്മൾ ഇതുവരെ സംസാരിച്ച അനോവ മോഡൽ റിഗ്രഷൻസ് അത് ഈ സൈക്കോളജി, സോഷ്യോളജി, അതുപോലെ എഡ്യൂക്കേഷൻ റിസർച്ചിലാണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് അൻകോവ മോഡലാണ്, കാരണം ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും വരും. ഓക്കെ, സച്ച് കൈൻഡ് ഓഫ് മോഡൽ ഈസ് കാൾഡ് അനോവ മോഡൽ. ഇനി ഐ ആം ഗിവിംഗ് എൻ എക്സാമ്പിൾ അൻകോവ മോഡൽ. ഐ ആം ഗിവിംഗ് എക്സാമ്പിൾ ഫോർ അൻകോവ മോഡൽ. y is equal to y എന്ന് കൊടുത്തു. y is equal to അല്ലെങ്കിൽ y is equal to i വേണ്ട, y is equal to beta 1 plus beta 2 gender plus okay gender plus xi okay plus ui. ഓക്കെ, ഇവിടെ നമ്മൾ ഒന്ന് മാത്രം കൊടുക്കും, ഇത് മതി, ജെൻഡർ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ദിസ് മോഡൽ ഇക്വേഷൻ 1 ഈസ് എൻ എക്സാമ്പിൾ ഫോർ എന്തിന് എക്സാമ്പിളാണ്? അൻകോവ. എന്താ കാരണം? ഇവിടെ ബോത്ത് ഈ ബീറ്റ് ജി എന്നുള്ളത് ക്വാളിറ്റേറ്റീവാണ്, എക്സ് എന്നുള്ളത് ക്വാണ്ടിറ്റേറ്റീവാണ്. ഓക്കെ, ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും ഉണ്ട് അല്ലേ. അപ്പോൾ മിക്സ്ചർ ഓഫ് ദിസ് മോഡൽ കണ്ടെയ്ൻ എ മിക്സ്ചർ ഓഫ് അല്ലെങ്കിൽ ദിസ് മോഡൽ ഹാവ് ബോത്ത് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾസ് അല്ലേ. ജി എന്ന് പറയുന്നത് എന്താണ് പറയുന്നത്? ജി ഈസ് ഡമ്മി ഫോർ ആർക്കും വേണ്ടി? ജെൻഡർ. ഓക്കെ, here we assigned values. 1 is equal to male is equal to 1, female is equal to 0. ഓക്കെ, ഇനി ഇവിടെ എൻ്റെ xi മറ്റൊരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ xi ഈസ് ഇൻകം ഓഫ് ദി ഹൗസ് ഹോൾഡ്. ഇത് നമ്മൾ 1ഉം 0ഉം കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇറ്റ് ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിളാണ്. ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തുണ്ട്? എക്സ് ഈസ് ക്വാണ്ടിറ്റേറ്റീവ്, ജി ഈസ് ക്വാളിറ്റേറ്റീവ്. രണ്ട് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്, ജിയും എക്സും അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു മിക്സഡ് ആയിട്ട് എല്ലാ വേരിയബിൾസും ഒരു മിക്സഡ് ആയിട്ട് വരികയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്? അൻകോവ മോഡൽസ്. ക്ലിയർ ആണോ? അൻകോവ മോഡൽസ് ഇത്രയേ ഉള്ളൂ. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാം? ഓക്കെ, ഹൗ ക്യാൻ വി ഇൻ്റർപ്രറ്റ് അനോവ മോഡൽസ്? Interpretation of ഇൻ്റർപ്രട്ടേഷൻ എങ്ങനെ നമുക്ക് ഇൻ്റർപ്രട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ, ഇൻ്റർപ്രട്ടേഷൻ ഓഫ് റിഗ്രഷൻ മോഡൽ, അനോവ മോഡൽ. ഇപ്പോൾ ഇൻ്റർപ്രട്ടേഷൻ, അപ്പോൾ നമുക്ക് അനോവ മോഡൽ എങ്ങനെ ഇൻ്റർപ്രട്ട് ചെയ്യാൻ നോക്കാം. അനോവ റിഗ്രഷൻ മോഡൽ എങ്ങനെ ഇൻ്റർപ്രട്ട് ചെയ്യാൻ നോക്കാം. അനോവ റിഗ്രഷൻ മോഡൽ yi is equal to beta 1 plus beta 2 r plus u. ഓക്കെ, ഇവിടെ നമ്മൾ ഇൻ്റർപ്രട്ട് ചെയ്യേണ്ടത് ആക്ച്വലി ഇൻ റിഗ്രഷൻ അവർ ടാസ്ക് ഈസ് അനോവ മോഡൽ കണ്ടെയ്ൻ ഓൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്
ഓൾ ഓൾ എക്സ്പാൻറ്ററി വേരിയബിൾസ് ആർ ഡമ്മി. ഓക്കെ, ഇവിടെ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അത് ആർ എന്നാണ്, റിലീജിയൻ. ഓക്കെ, വൈ എന്നുള്ളത് കൺസംഷനോ അല്ലെങ്കിൽ ഏണിങ്സോ വേജോ എന്തോ ആവാം. ഓക്കെ, ഇവിടെ നമുക്ക് എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാമെന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ റിഗ്രഷൻ അവർ ടാസ്ക് ഈസ് ടു എസ്റ്റിമേറ്റ് ദ വാല്യൂസ് ഓഫ് β1 ആൻഡ് β2. ഇത് നമ്മൾ OLS വെച്ചിട്ട് എസ്റ്റിമേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കറസ്പോണ്ടിങ് എസ്റ്റിമേറ്റ്സ് ഉണ്ടാവും അല്ലേ. അതെങ്ങനെ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. എന്താണ് β1? അപ്പോൾ ഇവിടെ β1ഉം β2 എന്ന്, β1 ഈസ് അപ്പോൾ β1 എന്ന് പറയുന്നത് ആവറേജ് വാല്യൂ ഓഫ് β1 ഈസ് ഇൻ്റർസെപ്റ്റ് വിച്ച് ഈസ് ആവറേജ് വാല്യൂ ഓഫ് റെഫറൻസ് കാറ്റഗറി. നമ്മൾ 0 കൊടുക്കുന്നില്ലേ, ദാറ്റ് മീൻസ് കാറ്റഗറി 0 വാല്യൂ ഉള്ള 0 അസൈൻ ചെയ്ത കാറ്റഗറി. ഓക്കെ, 0 അസൈൻ ചെയ്ത കാറ്റഗറി. അപ്പോൾ എന്ന് പറയുന്നത് ഇവിടെ ഫീമെയിലാണ് അല്ലേ. ഇവിടെ നമുക്കറിയാം റിഗ്രഷനിൽ ഫീമെയിലാണ്. റിലീജിയനെ കൊടുത്തല്ലേ. ഓക്കെ, ഫീമെയിലല്ല. അപ്പോൾ അത് 6 മാറ്റി ഞാൻ ജെൻഡർ ആക്കണം. ഓക്കെ, റെഫറൻസ് കാറ്റഗറി. അപ്പോൾ ഇവിടെ ജി എന്തായിരിക്കും? അപ്പോൾ β1 എന്ന് പറയുന്നത് ഇൻ്റർസെപ്റ്റ്. β1 ഈസ് ഇൻ്റർസെപ്റ്റ്. β1 എന്താ അർത്ഥമാക്കുന്നത്? ഈ β1 ഈസ് ആവറേജ് വാല്യൂ ഓഫ് റെഫറൻസ് കാറ്റഗറി. ഓക്കെ, ആവറേജ് വാല്യൂ ഓഫ് റെഫറൻസ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ റെഫറൻസ് കാറ്റഗറി ബ്രാക്കറ്റിൽ പിന്നെ ഇറ്റ് ഈസ് ആവറേജ് വാല്യൂ ഓഫ് അവർ റെഫറൻസ് കാറ്റഗറി ഇവിടെ ഏതാണ്? ഫീമെയിലാണ് അല്ലേ. നമ്മൾ അങ്ങനെയല്ല ആദ്യം റെപ്രസെൻറ്റ് ചെയ്ത് ആവറേജ് വാല്യൂ ഓഫ് ഫീമെയിൽ. കാരണം ഫീമെയിൽ ഈസ് ഈക്വൽ ടു 0 എന്നാണ് നമ്മൾ കൊടുത്തത്, ആവറേജ് വാല്യൂ ഓഫ് ഫീമെയിൽ. ഓക്കെ, അപ്പോൾ ഇനി β2 ഈസ് സ്ലോപ്പ് കോഎഫിഷ്യൻറ്റ്. അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ഇൻ്റർസെപ്റ്റ് കോഎഫിഷ്യൻറ്റ്. അപ്പോൾ ഇതെന്താണ്? ഡിഫറൻഷ്യൽ ഇൻ്റർസെപ്റ്റ് അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻറ്റ്, ഇൻ്റർസെപ്റ്റ് അല്ല. ഡിഫറൻഷ്യൽ കൺഫ്യൂഷൻ ആവണ്ട. β2 ഈസ് കോഎഫിഷ്യൻറ്റ്. ഓക്കെ, കോഎഫിഷ്യൻറ്റ് സ്ലോപ്പ് കോഎഫിഷ്യൻറ്റ് അല്ലെങ്കിൽ എന്ത് കോഎഫിഷ്യൻറ്റ്? സ്ലോപ്പ് കോഎഫിഷ്യൻറ്റ്. β2 ഈസ് സ്ലോപ്പ് കോഎഫിഷ്യൻറ്റ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, β2 സ്ലോപ്പ് കോഎഫിഷ്യൻറ്റ്. അപ്പോൾ ഇപ്പോൾ നമുക്കറിയേണ്ടത് വാട്ട് ഈസ് ദ ആവറേജ് YI. ആവറേജ് YI ചിലപ്പോൾ കൺസംഷനാണ് എന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ ആവറേജ് ഈ റിഗ്രഷനിൽ നമ്മൾ ഈ ഡമ്മി വേരിയബിൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയാൽ, എല്ലാ ഡമ്മി ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയാൽ അതിന് അനോവ മോഡൽ എന്ന് പറയുന്നു. അപ്പോൾ അനോവ മോഡലിൽ റിഗ്രഷനാണ് ഇക്വേഷൻ 1 എന്ന് പറയുന്നത്. അതിൽ β1 എന്ന് പറയുന്നത് ആവറേജ് വാല്യൂ ഓഫ് റെഫറൻസ് കാറ്റഗറിയാണ്. β1 ഓക്കെ. β2 എന്ന് പറയുന്നത് എന്താണ്? സ്ലോപ്പ് കോഎഫിഷ്യൻ്റ് ആണ്. സ്ലോപ്പ് കോഎഫിഷ്യൻ്റ്. അപ്പോൾ
അപ്പോൾ ഇനി നമുക്ക് ആവറേജ് സാലറി ഓഫ് റെഫറൻസ് കാറ്റഗറി β1 ആണ്. ഇനി വാട്ട് ഈസ് ദ ആവറേജ് സാലറി ഓഫ് ആവറേജ് സാലറി അല്ലെങ്കിൽ ഇൻകം വൈ ആവറേജ് സാലറി അല്ലെങ്കിൽ ആവറേജ് വാല്യൂ ഓഫ് മെയിൽ എത്രയാണ്? ആവറേജ് വാല്യൂ ഓഫ് മെയിൽ ഇസ് ഈക്വൽ ടു β1 പ്ലസ് β2 ആണ്. ഓക്കെ, β1 പ്ലസ് β2 ക്ലിയർ ആണോ? ഇങ്ങനെയാണെന്ന് എഴുതുക. ഇതാണ് ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ. ആവറേജ് വാല്യൂ ഓഫ് റെഫറൻസ് കാറ്റഗറിയാണ് നമ്മുടെ. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇത് അനോവ മോഡൽ. ഇതിൽ β1 എന്ന് പറയുന്നത് ആവറേജ് വാല്യൂ ഓഫ് റെഫറൻസ് കാറ്റഗറി, β2 എന്ന് പറയുന്നത് അപ്പോൾ ആവറേജ് വാല്യൂ ഓഫ് റെഫറൻസ് കാറ്റഗറി അല്ലെങ്കിൽ ഫീമെയിലിൻ്റെ ഒരു അനോവ മോഡലിൽ ഇൻ്റർസെപ്റ്റ് കാണിക്കുന്നത് നമ്മുടെ റെഫറൻസ് കാറ്റഗറിയുടെ അല്ലെങ്കിൽ ഫീമെയിലിൻ്റെ ആവറേജ് സാലറി, ആവറേജ് വാല്യൂ ഓഫ് ഡിപ്പെൻഡ് വേരിയബിൾ ആണ്. ഓക്കെ, ഇനി ആവറേജ് വാല്യൂ ഓഫ് മെയിൽ എത്ര? അത് നമുക്ക് എങ്ങനെ എഴുതാം? β1 പ്ലസ് ഇൻ്റർസെപ്റ്റ് പ്ലസ് കോഎഫിഷ്യൻ്റ് ആണ് ആവറേജ് വാല്യൂ ഓഫ് ആവറേജ് വാല്യൂ ഓഫ് മെയിൽ. ഓക്കെ, ഇൻ്റർസെപ്റ്റ് പ്ലസ് കോഎഫിഷ്യൻറ്റ്. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ എഴുതണം. ഇനിയിപ്പോൾ സപ്പോസ് വി ഹാവ് എസ്റ്റിമേറ്റഡ് ഇക്വേഷൻ y is equal to 110 മൈനസ് പ്ലസ് 110 പ്ലസ് 25G. ഇങ്ങനെയാണ് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്ത റിസൾട്ട് കിട്ടിയെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, ഇവിടെ ഇതാണ് OLS വെച്ച് എസ്റ്റിമേറ്റ് ചെയ്തു. നിങ്ങൾ ഈ റിഗ്രഷൻ ഇക്വേഷൻ 1 എസ്റ്റിമേറ്റ് ചെയ്തു. നിങ്ങൾ കിട്ടിയ വാല്യൂ ഇങ്ങനെ. ഓക്കെ, 110 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് β1. ഓക്കെ, 25G ആണ്. 25G എന്ന് പറയുന്നത് വാല്യൂ ഓഫ് β2. ഓക്കെ, ഇനി ചോദിക്കുകയാണ് വാട്ട് ഈസ് 110 എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ദി ആവറേജ് വാല്യൂ ഓഫ് റെഫറൻസ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ആവറേജ് വാല്യൂ ഓഫ് ഫീമെയിൽ. ഓക്കെ, ഫീമെയിൽ. ഇനി അപ്പോൾ ദിസ് ഈസ് β1 അല്ലേ? ഇനി ആവറേജ് വാല്യൂ β1 പ്ലസ് β2 കാണും എന്ന് പറഞ്ഞാൽ അതായിരിക്കും എന്ത്? ആവറേജ് വാല്യൂ β1 പ്ലസ് β2 എന്ന് പറഞ്ഞാൽ 110 പ്ലസ് 25 വിച്ച് ഈസ് ഈക്വൽ ടു 135 അല്ലേ? അപ്പോൾ ദിസ് ഈസ് ദി ആവറേജ് വാല്യൂ ഓഫ് മെയിൽ, ആവറേജ് വാല്യൂ ഓഫ് വൈയുടെ ആവറേജ് എന്തും ആവാട്ടോ, ഏണിംഗ് ആവാം, ഏജ് ആവാം, കൺസംഷൻ ആവാം, ഡിപ്പെൻഡ് വേരിയബിൾ ആണ് മെയിൽ. ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് ദിസ് ഈസ് ദ ഇൻ്റർസെപ്റ്റ് ആൻഡ് സ്ലോപ്പ് കോഎഫിഷ്യൻസ് ഓഫ് എന്തിൻ്റെ അനോവ മോഡൽ.